UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിനെതിരെയോ അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെയോ ഒരു അക്ഷരമുണ്ടാത്ത 100 ദിവസങ്ങൾ ഇന്ന് പൂർത്തിയാവാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ആദ്യ ബജറ്റ് സമ്മേളനത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടായിരുന്നു. കേരളത്തെ സാമ്പത്തികപരമായിട്ട് ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു CJPന്റെ സമരം. ആ സമരത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അറസ്റ്റ് വരിച്ചപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് തന്നെ കേരളത്തിലേക്ക് മുങ്ങി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബി.ജെ.പിക്കെതിരെ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം MG യൂണിവേഴ്സിറ്റിന്റെ വൈസ് ചാൻസലറായിട്ട് കേരളത്തിന്റെ ഗവർണർ ഒരു സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള ഒരാളെ നിയമിച്ചു. ആ ഘട്ടത്തിലും UDF സർക്കാർ ഒരക്ഷരം ഉണ്ടില്ല. അതേ ഗവർണർ അതേ യൂണിവേഴ്സിറ്റിയിൽ 19 സെനറ്റ് മെമ്പർമാരെ നിയമിച്ച ഘട്ടത്തിലും UDFന് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. ഇതേ ഗവർണർ കേരളത്തിന്റെ DGPയെ വിളിച്ചു വരുത്തുന്നു, കേരളത്തിന്റെ PSC സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു. കേരളം ഭരിക്കുന്നത് ഗവർണറാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാണ്. UDF സർക്കാരിന് കേരളം ഭരിക്കുന്നതിൽ ഒരു റോളും ഇല്ലാത്ത പോലെയാണ് ഗവർണർ ഇടപെടുന്നത്. അതേപോലെ തന്നെ TG മോഹൻദാസിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നടത്തിയ നാടകം എന്തൊക്കെയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. കേന്ദ്രത്തിന്റെ ലോഗോ പതിക്കാൻ കേരളം സമ്മതിച്ച് കേരളം MOU ഒപ്പിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ സർക്കാർ കേരളത്തിന്റെ ജനങ്ങളുടെ ആത്മാഭിമാനമാണ് ഞങ്ങൾക്ക് വലുത്, അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന് മുമ്പിൽ ഒരു ലോഗോയും പതിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അതൊന്നും പ്രശ്നമല്ല. അവർക്ക് പൈസ കിട്ടിയാൽ മതി. കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിലയില്ല. പൈസ കിട്ടിയാൽ മതി, ലോഗോ വേണമെങ്കിൽ വെച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. ഏറ്റവും ഒടുവിൽ പാലത്തായി വിഷയം, പാലത്തായി കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടി. ഏതെങ്കിലും UDFകാർക്ക് പരാതി ഉണ്ടപ്പോൾ BJP നേതാവായിട്ടുള്ള പാലത്തായി കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടി. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടോ? അന്ന് പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ കൊടുവള്ളി MLA, അതേപോലെ തന്നെ പേരാമ്പ്ര MLA, ആർക്കും ഒരു പരാതിയില്ല. നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് സമരം നയിച്ച് പ്ലക്കാർഡൊക്കെ പിടിച്ച് സമരം നയിച്ച ആളുകളായിരുന്നു അവർക്കൊന്നും ആ പ്രതിയെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം കൊടുത്തതിൽ ഇപ്പം ആർക്കും ഒരു പരാതിയുമില്ല. അതേ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ പ്ലീഡറായിട്ട് ഒരു RSSകാരനെ നിയമിക്കുന്നത് നമ്മൾ കണ്ട്. ആ വിഷയത്തിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ KFCയുടെ അകത്തു നിന്ന് തന്നെ കുറെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ട്. പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ രീതിയിലും RSSുമായിട്ട് അല്ലെങ്കിൽ BJPയുമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന, അവരുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനും ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു UDF സർക്കാരിനെയാണ് ഈ കഴിഞ്ഞ 100 ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്.